അവിടെ മഴയുണ്ട്. ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണല്ലോ നമ്മുടെ കേരളത്തിലുടനീളം. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണിയൊന്നും ഉണങ്ങുന്നില്ല. അതാണ് മെയിൻ വിഷയം. ഇങ്ങനെ കൂടിക്കിടക്കുക തുണികളൊക്കെ ആണെങ്കിലും. പിന്നെ ഈയിടെയായിട്ട് ഒരു വാർത്ത കണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ മരണത്തിനെ കുറിച്ചാട്ടോ. അത് ശരിക്കും ഒരുപാട് സങ്കടം ഉണ്ടായി. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ ഈ കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടികൾ ഇങ്ങനെ ഭർത്ത് പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് മരിച്ചു പോകുന്നുണ്ടല്ലോ. അത് ശരിക്കും ഒരു ദുഃഖവാർത്ത തന്നെയാണ്. നമ്മുടെ പെൺമക്കൾക്ക് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും നല്ലൊരു ധൈര്യം കൊടുക്കണം. നമ്മൾ വിവാഹം കഴിപ്പിക്കുക എന്നതിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവർക്കൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി കൊടുക്കുക. അവർക്ക് ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമായിരിക്കും. പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് എഡ്യൂക്കേഷനും പിന്നെ ഒരു ജോലിയും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ മെൻ്റലി നമ്മൾ സ്റ്റേബിൾ ആകും. അപ്പോൾ ഈ പെൺകുട്ടികൾ ഇങ്ങനെ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഒരു സൈഡ് എത്തുമ്പോഴത്തേക്ക് അവരിങ്ങനെ ചെയ്ത് തീർക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് സ്ത്രീധനവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും കെട്ടിച്ചു വിടുന്നത്. ചില വീടുകളിലാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ആരതി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ തന്നെ ആ പെൺകുട്ടിയുടെ അമ്മയുടെ പെൺകുട്ടി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു അമ്മ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും എന്ന് പറഞ്ഞ നാട്ടുകാരെന്ത് പറയും എന്നൊക്കെ രീതിയിൽ അമ്മ ഉപദേശിച്ച് ലാസ്റ്റ് ആ പെൺകുട്ടി എന്ത് ചെയ്തു? ആ പെൺകുട്ടിയുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ ഒരു പ്രവാസിയാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ലൈഫ്. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല.